ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് നമ്മൾ എങ്ങനെയാണ് ചെയ്തെടുത്തതെന്ന് നോക്കിയാലോ. അതിനു വേണ്ടിയിട്ട് നമ്മളിവിടെ 5 ടിഷ്യൂ പേപ്പറുകളാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ടിഷ്യൂ പേപ്പറുകളെല്ലാം നമുക്ക് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കണം. അതിനുശേഷം നമുക്കത് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെയാണ് നമ്മളത് കട്ട് ചെയ്തെടുക്കേണ്ടത്. 5 ടിഷ്യൂ പേപ്പറുകൾ നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇനി നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് ഓരോന്നും നമുക്ക് ഇതുപോലെയാണ് ചെയ്തെടുക്കേണ്ടത്. ഇതുപോലെ നമ്മൾ അതൊന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അതിന്റെ ഈ ഒരു ഭാഗവും നമ്മൾ മടക്കി കൊടുക്കുകയാണ്. ഇനി നമ്മൾ മടക്കി കൊടുത്തതിന്റെ ഇടയിലൂടെ എല്ലാം ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ഒട്ടിച്ചെടുക്കണം. ഇതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന എല്ലാ പീസും നമ്മൾ ചെയ്തെടുത്തു. ഇനി നമുക്ക് ഈ ഒരു ചാർട്ട് പേപ്പറിൽ നിന്നും ഈ ഒരു അടപ്പ് വെച്ച് 2 റൗണ്ട് ഷേപ്പുകൾ വരച്ച് കട്ട് ചെയ്തെടുക്കണം. അത് രണ്ടും നമ്മളിവിടെ വരച്ച് കട്ട് ചെയ്തെടുത്തു. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു റൗണ്ട് പീസിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. നമ്മളിവിടെ ചെയ്ത് വെച്ചിട്ടുള്ളതെല്ലാം നമുക്ക് ഇതുപോലെ ഒട്ടിച്ചെടുക്കണം. അടുത്ത റൗണ്ട് പീസ് ഇതിന് മുകളിലായി നമ്മൾ ഒട്ടിച്ചെടുത്തു. ഇതൊന്നും കൂടി ഭംഗി കൂട്ടാനായിട്ട് നമ്മൾ ചാർട്ട് പേപ്പറിൽ നിന്നും ഹോൾ പഞ്ച് വെച്ച് ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ ഹോൾ പഞ്ച് വെച്ച് കട്ട് ചെയ്തെടുത്തിട്ടുള്ള കുഞ്ഞു കുഞ്ഞു റൗണ്ട് പീസുകളെല്ലാം നമുക്ക് ഇതിലേക്ക് ഒട്ടിച്ചെടുക്കണം. സിമ്പിൾ അല്ലേ നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് ചെയ്തെടുക്കാനായിട്ട്. ഇതുപോലെ എല്ലാ ഇതളുകളിലും നമ്മൾ ഒട്ടിച്ചെടുത്തു. ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതിന്റെ അടിയിലായിട്ട് നമ്മൾ ചുമരിൽ തൂക്കിയിടാനുള്ളതും ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ടിഷ്യൂ പേപ്പർ വെച്ച് സിമ്പിളായി ചെയ്തെടുക്കാവുന്ന ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരാം. നിങ്ങളുടെ ഫാമിലിയിൽ ക്രാഫ്റ്റ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവർ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുതേ.